Good morning, St. Paul's. We welcome our Reverend Fathers, our Custos, our Parish Priests, and our Spiritual Directors to the dais. Guys, please give a good round of applause. Our Spiritual Directors, we have our Custos, and we have our Parish Priest coming to the stage. Thank you, dear parishioners. Good morning, St. Paul's. Certain occasions in life are handsomely beautiful and elegantly brilliant. The feel here is nostalgic and lovely. We had a beautiful Christmas and we get ready to welcome the new year 2020. We have come together to celebrate the stupendous success of Malayalam community in St. Paul's Catholic Church. Friends, I am Leighton, your host for the day. To mark this day, we have a wonderful souvenir release, a great live concert, Gana Mela, and to wind up, we have a raffle draw and an amazing lunch. Therefore, I request you friends to please sit back and enjoy the show because it is our day and we need to enjoy to the core. First of all, let me congratulate the Malayalam community for making several milestones. I praise Jesus for his grace, our Custos, Reverend Father Paul, our Parish Priest, Reverend Father Maxim, our Spiritual Director, Reverend Father Verghese, for having been the shepherd and the unfailing guide to the Malayalam community. Now, without taking much time, I welcome the prayer dance kids to please come forward. Let us thank and praise God before beginning the show. I request Anna and Sandra to please come forward and have the prayer dance. ബദ്ലേഹേം പുൽത്തൊഴുത്തിൽ സത്യവും ജീവനും മാർഗവും ഘോഷിച്ച് വന്നു സുവിശേഷമായി
മാർഗവും ഘോഷിച്ച് വന്നു സുവിശേഷമായി. കാരുണ്യ സ്പർശനമന്ധന കാഴ്ചയതായി നാഥ, കാരുണ്യ സ്പർശനമന്ധന കാഴ്ചയതായി നാഥ. സ്തുതി പാടിടാം, സ്തുതി പാടിടാം, സ്തുതി പാടിടാം, സ്തുതി പാടിടാം. യേശുവേ പ്രേമസ്വരൂപ പ്രഭു, യേശുവേ യേശുവേ നിന്റെ നാമം പൂജിതമാകണം, യേശുവേ നിന്റെ നാമം പൂജിതമാകണം. കരുണാസാഗരമേ നിൻ രാജ്യം വരണം, കരുണാസാഗരമേ നിൻ രാജ്യം വരണം. യേശുവേ നിന്റെ നാമം പൂജിതമാകണം, കരുണാസാഗരമേ നിൻ രാജ്യം വരണം. ഹല്ലേലൂയ പാടാൻ വിശ്വാസത്താൽ മാനവരെ, ഹല്ലേലൂയ പാടാൻ വിശ്വാസത്താൽ മാനവരെ. ശാന്തസ്വരൂപാ നീ ശക്തരാക്കണം, ശാന്തസ്വരൂപാ നീ ശക്തരാക്കണം. സ്തുതി പാടിടാം, സ്തുതി പാടിടാം, സ്തുതി പാടിടാം, സ്തുതി പാടിടാം. യേശുവേ പ്രേമസ്വരൂപ പ്രഭു, യേശുവേ പ്രേമസ്വരൂപ പ്രഭു. യേശുവേ ദാവീദിൻ സുതനേ മർത്യനു രക്ഷാനാഥ, ഉയർത്തവൻ സർവാധിപനേ. ദാവീദിൻ സുതനേ മർത്യനു രക്ഷാനാഥ, ഉയർത്തവൻ സർവാധിപനേ. യേശുവേ പ്രേമസ്വരൂപ പ്രഭു, യേശുവേ ആ, ആ, ആ. Wow, that was Anna and Sandra praising God with all their might, with all their glory. Thank you, kids. Now I request Brother Lewis, our MCC coordinator, to please give the welcome address. ഗുഡ് മോർണിംഗ് എവരിബഡി. ഇന്ന് മലയാളം കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി ഡേയോടൊപ്പം ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ പ്രോഗ്രാം ഇന്നിവിടെ ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ വർഗീസ് അച്ഛൻ്റെ നേതൃത്വത്തിൽ MCC PRCയുടെ കഴിഞ്ഞ 2 വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നതാണ്. ഇന്നിവിടെ നടക്കാൻ പോകുന്ന കൾച്ചർ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷനായി നമ്മുടെ പ്രിയപ്പെട്ട വർഗീസ് അച്ഛനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം നടത്തുവാനായി ഐ ലൈക്ക് ടു വെൽക്കം ഫാദർ മാക്സിം ഓൺ ദ സ്റ്റേജ്. നമ്മുടെ 2 വർഷത്തെ പ്രവർത്തനങ്ങൾ കാണിച്ചുകൊണ്ടുള്ള സോവനിയറിൻ്റെ പ്രകാശനം ചെയ്യുവാനായി ഐ വെൽക്കം ടു ഫാദർ പോൾ ഓൺ ദ സ്റ്റേജ്. നമുക്കറിയാം, നമ്മൾ കുംസാരത്തിന് വേണ്ടി ആലുവ സെൻറ്റ് തോമസ് കപ്പുച്ചൻ സഭയിൽ നിന്ന് വന്നിരിക്കുന്ന ഷാജു അച്ഛനെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ കഴിഞ്ഞ 2 വർഷം MCC PRC LMC പ്രവർത്തകരുടെ നല്ലൊരു പ്രകടനം കൊണ്ട് മാത്രമാണ് ഈ 2 വർഷം നല്ല പരിപാടികൾ
ഞാൻ ഉൾപ്പെടുന്ന വർഗീസ് അച്ഛൻ്റെ നേതൃത്വത്തിൽ നടത്തുവാൻ നമുക്ക് സാധിച്ചത്. അതിൽ പ്രത്യേകം പറയുവാണെങ്കിൽ അസിസ്റ്റൻ്റ് കോർഡിനേറ്റർ ജിറ്റോ ബ്രദറാണ് ഇതിൻ്റെ ട്രഷറും ഫൈനാൻസും എല്ലാ കാര്യങ്ങളും നോക്കിയത്. അതേപോലെ തന്നെ പള്ളിയിലെ എല്ലാ കാര്യങ്ങളും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തെ പ്രത്യേകം ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സെക്രട്ടറി ജാക്സൺ ജീസസ് യൂത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് MCCയിലുള്ളത്. അതിൻ്റെ ഭാഗമായി ഇന്ന് ഈ കാണുന്ന സ്റ്റേജിൽ കാണുന്ന ഡെക്കറേഷനും അതുപോലെ സർഗോത്സവ് അതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിൽ പ്രവർത്തിച്ച ജാക്സനും ജീസസ് യൂത്തിലെ എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ അവരെ ആശംസ അറിയിക്കുന്നു. ലിജോയാണ് ഈ വീഡിയോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. നമുക്കറിയാം ഇന്നലെ നമ്മുടെ ബോനാന്തലെ പരിപാടിയുടെ ഭാഗമായി മാതൃഭൂമി അതേപോലെ എല്ലാ TV-കളിലും വരുവാൻ സാധിച്ചു. അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് ലിജോയാണ്. ലിജോയ്ക്ക് വേണ്ടി പ്രത്യേകം സ്വാഗതം ചെയ്യുവാണ് ഈ വേദിയിലേക്ക്. ഫാമിലി സെൽ കോർഡിനേറ്റർ എല്ലാ സെല്ലുകളെയും ഒന്നിച്ച് കൊണ്ടുപോകാൻ വേണ്ടി മിസ്റ്റർ ജോൺസനാണ് പ്രവർത്തിക്കുന്നത്. ജോൺസനും പ്രത്യേകം ആശംസ അറിയിക്കുകയാണ്. പ്രോഗ്രാം കോർഡിനേറ്റർ ലിൻഡയാണ് ഈ 2 വർഷം നമ്മുടെ പള്ളിയിൽ നടന്ന എല്ലാ പരിപാടികളുടെയും കോർഡിനേറ്ററായി, അതായത് അതിൻ്റെ പുറകിൽ നിന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തത് മിസ്സസ് ലിൻഡയാണ്. ലിൻഡേനെയും പ്രത്യേകം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നേഴ്സസ് മിനിസ്ട്രി റെപ്രസെൻറ്റേറ്റീവ് റിമി ജോബി അവരാണ് ഈ ബോൺതാലെ എന്ന പ്രോഗ്രാമിൻ്റെ പ്രാക്ടീസിങ്ങും അതിൻ്റെ ഒരു പരിപാടി ഭംഗിയാക്കാനും വേണ്ടി ശ്രമിച്ചത്. അവർക്കും പ്രത്യേകം ആശംസ അറിയിപ്പിക്കുന്നു. അറിയാം, ട്രാൻസ്പോർട്ടേഷൻ ഇന്ന് പള്ളിയിൽ ലേബർ ക്യാമ്പിൽ ഉള്ളവർക്ക് കൂടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പള്ളിയുടെ വകയായിട്ട് നമ്മൾ ട്രാൻസ്പോർട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് ഒരു മാസം നമുക്ക് 12,000 രൂപയോളം ചിലവാണ് അതിന് വരുന്നത്. പക്ഷേ ആ പൈസയിൽ നിന്ന് ഏതാണ്ട് ഒരു പകുതി പൈസ വണ്ടിയിൽ വരുന്നവർ തരുന്നുണ്ട്, തരുവാൻ സാധിക്കാത്തവരുണ്ട്. എങ്കിലും അവരെ ഇതിൽ ഉൾപ്പെടുത്താനും നമ്മുടെ പള്ളിയിൽ കൊണ്ടുവരാൻ വേണ്ടി MCC പ്രത്യേകം ശ്രദ്ധിക്കുകയുണ്ടായി. അതിനെല്ലാത്തിനും പുറകിൽ പ്രവർത്തിച്ചത് മിസ്റ്റർ അലനാണ്. അലനെ പ്രത്യേകം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫുഡ് കമ്മിറ്റി നമുക്കറിയാം, എല്ലാ പരിപാടികൾക്കും ഇവിടെ ഫുഡുണ്ട്, വെറുതെ ആരെയും വിട്ടിട്ടില്ല. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നോക്കി നടത്തിയത് മിസ്റ്റർ ജോബിയാണ്. ജോബിനെയും പ്രത്യേകം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലിറ്റർജി നിജോയാണ്. പള്ളിയിലെ എല്ലാ മാസത്തിലും നമ്മൾ TV-യിൽ കാണുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നിജോയാണ്. നിജോയും പ്രത്യേകം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്കറിയാം അഷേസ്. ഈ അഷേസ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും മാസ് കണ്ടു, നമ്മളെല്ലാവരും തിരിച്ചു പോകുന്നു. ഇപ്പോൾ ഡിന്നർ നടത്തി അല്ലെങ്കിൽ ഒരു ലഞ്ച് നടത്തി ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അഷേസാണ്. അതിൻ്റെ പുറകിൽ അറിയാം, ഇന്ന് വണ്ടി പാർക്കിംഗ് ഇവിടെ വലിയ പ്രശ്നമാണ്. ആ സമയം ഇതെല്ലാം കണ്ടിരുന്ന അഷേസാണ്. അത് ലാലിയച്ഛൻ്റെ നേതൃത്വത്തിലാണ് അത് നടന്നത്. വളരെ ഭംഗിയായി അവർ ഈ 2 വർഷം അവർ നടത്തുകയുണ്ടായി. ഇപ്പോൾ അറിയാം, ക്രിസ്മസിന് നമ്മൾ കേക്ക് സപ്ലൈ ചെയ്തു. 7 മണിയായപ്പോഴാണ് അവർ ഇവിടുന്ന് പോയത്. കാരണം കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ അഷേസിനെ നമ്മൾ പ്രത്യേകം എല്ലാവരും ഒരു കൈയടിക്കേണ്ട ആവശ്യമായിട്ട് തോന്നുന്നു. ഇപ്പോൾ MCC PRC അവരുടെ ഒരു കൂട്ടായ്മയാണ് ഈ 2 വർഷം വർഗീസ് അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇത്രയും ഭംഗിയായിട്ട് കാര്യങ്ങൾ നടത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിനറിയാം, ഇതിനുള്ള ഫണ്ട് എവിടെ നിന്ന് വന്നു. ഈ ഇരിക്കുന്ന എല്ലാ വ്യക്തികളും അവരുടെ 1 രൂപ തൊട്ട് 1000 രൂപ, 500 രൂപ, 2000 രൂപ വരെയും തന്ന പൈസയിൽ നിന്നാണ് ഇത്രയും കാര്യങ്ങളെല്ലാം ഞങ്ങൾ നടത്തിയത്. അതിനുവേണ്ടി ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒരു കയ്യടി കൊടുക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഇന്നിപ്പോൾ നമ്മൾ പ്രവാസികളായി ഇവിടെ 20-25 വർഷം ഉള്ള ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. അതേ പുതിയ ആൾക്കാരുമുണ്ട്. തിരിച്ചെന്തായാലും നമ്മൾ പ്രവാസികൾ നാട്ടിൽ തിരിച്ചു പോകണം. നമുക്കറിയാം, നാട്ടിൽ ചെന്നാൽ നമ്മുടെ 40-50 വയസ്സാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾക്ക് നമ്മൾ പിടിപെടുകയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ നാട്ടിൽ നിന്ന് പല കോളുകളും എനിക്കുമുണ്ടായി. കാരണം നാട്ടിൽ ചെന്നു, ഒരു പെട്ടെന്ന് ഷോക്കുണ്ടായി, ആൾ താഴെ വീണു, നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ അവർ നേരെ ഒന്നല്ലെങ്കിൽ വെന്റിലേറ്റർ അല്ലെങ്കിൽ ICUവിൽ കിടത്തും. പക്ഷേ ഉടൻ തന്നെ നമുക്ക് മിനിമം 1 ലക്ഷം രൂപ കയ്യിൽ വേണം അവിടെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ. നമുക്കറിയാം, ഈ നമ്മുടെ ഭാര്യ മക്കൾ അപ്പൻ വന്നിട്ട് അവിടെ അഡ്മിറ്റ് ആയാൽ
പെട്ടെന്ന് തന്നെ പൈസ എടുക്കാമെന്ന് പറഞ്ഞാൽ ആരുടെയും കൈവശം ഉണ്ടാവില്ല. ചിലപ്പോൾ അവർ ബാങ്കിൽ ഡിപ്പോസിറ്റ് ഉണ്ടാകാം, പ്രോപ്പർട്ടി ഉണ്ടാകാം, എല്ലാം ഉണ്ടാകാം. പക്ഷേ ആ സമയത്ത് പൈസ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അവിടെ അഡ്മിറ്റായി വേഗം അവർ ഇപ്പോൾ കാർഡിയോ സംബന്ധമായ അസുഖമാണെങ്കിൽ അറ്റാക്ക് ഉണ്ടായി, ഉടൻ തന്നെ അവർ ആൻജിയോഗ്രാം ചെയ്യും, ബ്ലോക്കാണെന്ന് പറയും, വേഗം തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറയും. മിനിമം 5 ലക്ഷം രൂപ നമുക്ക് ചിലവ് വരും. ഈ പൈസ ആ സമയത്ത് അവരുടെ കൈവശമില്ല. കോടികളുണ്ട്. ഇവിടെ 25 വർഷം 30 വർഷം ജോലി ചെയ്തവരാണ് എല്ലാവരും. പക്ഷേ നമ്മൾ പ്രവാസി നാട്ടിൽ ചെന്നാൽ മറ്റാരും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല. നമുക്കറിയാം, ഇവിടെ ഇരിക്കുന്ന പലരും നാട്ടിൽ പല അസുഖങ്ങൾക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കൊരു അസുഖം വന്നാൽ ആരാണുള്ളത്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ പറയുകയാണ്, ക്യാഷായിട്ട് മിനിമം 5 ലക്ഷം രൂപയെങ്കിലും നമ്മുടെ കയ്യിൽ വേണം. അത് ബാങ്കിലുണ്ടായാൽ കാര്യമില്ല. ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ പൈസ കൊടുക്കാതെ അവർ തൊടില്ല. അവർ വെന്റിലേറ്ററിലിടും. വെന്റിലേറ്ററിലെ ജീവിതം അറിയാമല്ലോ, 1 മാസം 6 മാസം വരെയും കിടക്കാം. പക്ഷേ 6 മാസമൊക്കെ കിടക്കുന്നവർ പോരെ ഹോസ്പിറ്റൽ നമ്മുടെ നാട്ടിലുണ്ട്. 70 ലക്ഷം രൂപ വരെയും ചെലവ് ചെയ്തിരിക്കുന്നു. വെന്റിലേറ്ററിലാണ് ആൾ. അപ്പോൾ ഇത് നമുക്ക്, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്, എല്ലാവരും ഒന്ന് മനസ്സിൽ കാണുക. പൈസ ബാങ്കിലുണ്ടെങ്കിലും ക്യാഷായിട്ട് നമ്മുടെ ജീവന് വേണ്ടിയിട്ട്, അറിയാം ഇന്നത്തെ പുതിയ മെഡിക്കൽ, അതനുസരിച്ച് നമുക്ക് ജീവൻ നിലനിർത്താൻ പറ്റും. അതിന് പൈസ വേണം. അപ്പോൾ ജോലി ചെയ്ത് സമ്പാദിക്കുന്ന കൂട്ടത്തിൽ ഒരു ക്യാഷായിട്ട് ചെയ്യണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അതിനോടൊപ്പം ഇവിടെയാണെങ്കിൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് എന്നെ ഒരു നമ്മുടെ പാരീസിൽ ലേഡി വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ മഫ്രക്കിൽ ഒരാൾ അറ്റാക്കായിട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞു. ഞാനും വറീസച്ചനും ലിൻഡയും കൂടി പോയി കാണുകയുണ്ടായി. ഇവിടെ ഒരു സ്കൂളിൽ ജോലിയുള്ള വ്യക്തിയാണ്. എയർപോർട്ടിൽ ചെന്നപ്പോൾ സ്ട്രോക്കായി, അവിടെ വീണു. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എടുത്തു മഫ്രക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവർ പെട്ടെന്ന് തന്നെ തലയിലെ ക്ലോട്ടിങ് ഓപ്പറേഷൻ ചെയ്തു അവിടെ. പക്ഷേ നാട്ടിലാണെങ്കിൽ ചെയ്യില്ല, പൈസ കൊടുത്താലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കണം, ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്തെല്ലാം കോംപ്ലിക്കേറ്റഡ്, അതായത് എമർജൻസി ട്രീറ്റ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ മഫ്രക്ക് അല്ലെങ്കിൽ ഖലീഫ ഹോസ്പിറ്റൽ ഇവിടെ നമുക്ക് പോകാം. ചെന്ന് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യും. ഇപ്പോൾ അറിയാം, ഇവിടെ LLH അങ്ങനെ ഒത്തിരി പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്. അവിടെ ചെന്നാലും അവർ ചെയ്യാമെന്ന് പറയും, പക്ഷേ അവിടെയും പൈസയുടെ പ്രശ്നമുണ്ട്. നമുക്ക് എല്ലാവർക്കും കാർഡുണ്ട്. അതുകൊണ്ട് അതും പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ എല്ലാവർക്കും ഈ ഹാർട്ട് അറ്റാക്ക് കാര്യമൊക്കെ വരണമെന്ന് പറയുന്നുണ്ട്. ശരിയായിട്ടുള്ള ഒരു എക്സർസൈസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും നിന്നും രക്ഷപ്പെടാം. എല്ലാ മാസവും നമ്മൾ ചെക്കപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു കണ്ടിന്യൂ ആയിട്ടുള്ള ജീവിതം നടത്തുവാനായിട്ട് എല്ലാവർക്കും സാധിക്കുമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഏതായാലും ഇന്നിവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. Thank you, Brother Lewis. I request our Reverend Father Maxim, to please give the inaugural speech. This is Christmas. Christmas is already inaugurated, so we inaugurate once again. The celebrations should continue. I know in some traditions the Christmas is not restricted to one day, so they have second Christmas on the next day, the second Christmas, so that it extends, the feast extends. This is something like that. In life, so when we eat every day rice and dal, every day is the same. Sometimes we need at least fish, chicken, something like that, no? So this is something like that. Life so will be more interesting, so when we have something different, at least once in a way, when there is something different, climaxes. People were living the life which God gave, and slowly they forgot to live that life. Slowly, so they lived their own life as they liked. So Jesus came in order to bring new life into the people, and Christmas is a new life for all of us. So we celebrate this new life. So whenever we celebrate Christmas, that new life has to be pumped into us, pumped into the community. So that is how we can energize our life more and more. The love is the trademark of this life. So all of us, when we share our love with one another, and when we live our life, then certainly, so we are able to enrich our life. When we are a small group, 1 or 2, we don't enjoy. When we are a bigger group, so we enjoy more. I have seen people enjoying
Other day, there was Christmas morning, there was a dance here. So I am sure all of you enjoyed. No? So I saw from the top. No, top. So you were seeing from down, I saw from the top. So all of you, all those who were around there, so even children, those who were dancing, they enjoyed. So this is the code word that is required for Christmas, joy. Enjoying is the joy. The joy has to be brought into our life. So this celebration of Christmas and New Year certainly brings joy. I wish you more and more joy. Enjoy your life. Enjoy with your friends. Enjoy with your community. Enjoy with the parish. Certainly, God will bless your life. May the child Jesus bring more joy, more peace, and more happiness in your life and in your families. God bless you. Thank you, Father Maxim. Now we have something very important coming up. Now, do you know who this is? Who this is, kids? Okay. Now, Santa is known after whom? After which saint? Okay. Do you know? Guys in the back. Come, Santa. Santa is so old, I need to help him. Okay. Do you know Santa is representing Saint Nicholas? He is known for children and for sailors. Okay, so he used to give gifts, and that is how the tradition continues for the past 1,000 years. It's not something which has come upon something, It is definitely signifies something. So we need to give relevance to that. We need to give importance to that. Now, on that note, Santa is going to give you some gifts. So what you have to do is basically very simple. Santa will come amongst you. He will give you a piece of paper. Write down your names on the piece of paper and give it back to the ushers. And we have some wonderful high value gifts. Onto my left side to the Christmas tree, you can see LED TV, you can see JBL, head speakers and all those stuff. So you are going to receive all these things right now today. You don't have to pay a single dirham from your pocket. That is the most important thing of this. Okay, I'm not going to prolong this. So Santa will come amongst you. Meanwhile, we'll have the lighting of the lamp. I request all the dignitaries, including our Reverend Father Kustos, our Father Maxim, Father Shaji, Father Shaju, Father Verghese, Father Brother Lewis, and Brother Jito, and not the least, but Mrs. Linta also to please come forward and light the lamp. Now, as we have gone to the main course of the event, I request our spiritual director, Reverend Father Verghese, to please come forward and give the presidential address. സ്റ്റേജിലിരിക്കുന്ന പോളച്ച, നമ്മുടെ വികാരിയച്ഛൻ മാക്സിയച്ഛ, ശ്വാജച്ച, ലൂയിസേട്ട, ജിറ്റോ ചേട്ട, എൻ്റെ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഇന്ന് ഒരു കൂട്ടായ്മയുടെ ഉത്സവമാണ്. സ്നേഹമുള്ളവരെ, ഒന്നിച്ചു നിൽക്കാനുള്ള ഒരു മനസ്സുണ്ടാകുക എന്നുള്ളത് ഒരു ദൈവിക കാര്യമാണ്. അത്തരം കൂട്ടായ്മകളിലാണ് ക്രിസ്തു സാന്നിധ്യമുണ്ടാവുക. ക്രിസ്തു സാന്നിധ്യമുള്ളിടത്ത് മാത്രമേ അത്ഭുതങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഇന്നത്തെ കാലഘട്ടത്തിൽ അന്യം നിന്നു പോകുന്ന ഒന്നാണ് ഈ കൂട്ടായ്മ ബോധം. ഈ കൂട്ടായ്മ ബോധത്തെ വളർത്താൻ ഊട്ടിയുറപ്പിക്കുന്ന വേദികളാണ് ഇത്തരം ആഘോഷങ്ങൾ. ഈ കൂട്ടായ്മ ബോധം ഉള്ളതുകൊണ്ടാണ് ഈ 2 വർഷത്തോളം മലയാളം കോർഡിനേഷൻ കമ്മിറ്റിയെ ഒരുമിച്ച് നിർത്തിയതും
ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാനും സഹായിച്ചത്. സ്നേഹമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തിൽ രുചി കണ്ടെത്തേണ്ടത് ഒരുമിച്ചുള്ള കൂട്ടായ്മയുടെ വിരുന്നുകളിലാണ്. സ്നേഹമുള്ളവരെ, ചേർച്ചയുള്ള ഒരു ഹൃദയത്തിന് മാത്രമേ ഒരുമിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. നമ്മുടെ മുമ്പിലിരിക്കുന്ന വിഭവങ്ങളുടെ സമൃദ്ധിയിലല്ല, വിരുന്നിൻ്റെ രുചിയുടെ നിറവ് അടങ്ങിയിരിക്കുക. അത് കൂട്ടായ്മയുടെ കരുത്തിലാണ്. ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, 1 2 3 പേർ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ ഇടയിൽ ഞാനുണ്ടാകുമെന്ന്. സ്നേഹമുള്ളവരെ, കൂട്ടായ്മയിലുള്ള ക്രിസ്തു സാന്നിധ്യത്തിൻ്റെ ഉറപ്പാണ് ഈ തിരുവചനം. അവസാനമായി, നമ്മുടെ എല്ലാ ആഘോഷങ്ങളും, നമ്മുടെ എല്ലാ ഒന്നിച്ചു കൂടലുകളും ഈ കൂട്ടായ്മയെ ബോധത്തെ ഉറപ്പിക്കുന്നതാകട്ടെ. കാരണം ഏതൊക്കെ ഇടങ്ങളിൽ കൂട്ടായ്മയുണ്ടോ അവിടെയൊക്കെ ക്രിസ്തു സാന്നിധ്യമുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ക്രിസ്തു സാക്ഷ്യത്തിനുള്ള ആദ്യ പാഠവും ആദ്യ ചുവടുമെന്ന് പറയുന്നത് ഈ കൂട്ടായ്മ ബോധമാണ്. സ്നേഹമുള്ളവരെ, ഈ കൂട്ടായ്മയുടെ, ഈ മലയാളം സമൂഹത്തിൻ്റെ കൂട്ടായ്മയുടെ കുടക്കീഴിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ജീവിതത്തിന് സാക്ഷ്യം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇനിയും വരുന്ന വർഷങ്ങളിൽ ഈ കൂട്ടായ്മ ബോധത്തിൽ നിന്നുകൊണ്ട് ക്രിസ്തു ബോധത്തിലേക്ക് കടന്നു വരാൻ, ലോകം മുഴുവൻ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാനായിട്ട് നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് മുസഫയിലെ മലയാളി സമൂഹത്തിന് സാധിക്കട്ടെ എന്ന ആശംസകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Father Verghese. Now we are going to the next stage of the program. I request Reverend Father, our custos, Paul, to please inaugurate the souvenir. So I request, and now Reverend Father Paul will hand over the souvenir to our Verghese, to Reverend Father Verghese, and Reverend Father. Okay, the souvenir is inaugurated by our custos. Guys, I need a good round of applause. I request Reverend Father Paul to please hand over the souvenir to our Reverend Father Verghese and officially do the inauguration, and that has been done. Thank you, guys. We have a group dance coming up by John Maria Vianney Cell. ಕದಲಿ ಕನ್ಪದಲಿ ಚೆಂಕದಲಿ ಪುವೇಣು ಕವಿಳಿ ಕುಮದ ಮುಳ್ಳುರು ಕೆಂಪುವೇಣು ಪುಕಾರ ಕದಲಿ ಕನ್ಪದಲಿ ಚೆಂಕದಲಿ ಪುವೇಣು ಕವಿಳಿ ಕುಮದ ಮುಳ್ಳುರು ಕೆಂಪುವೇಣು ಪುಕಾರ
thank you guys. Now we have the next Nadan song by Mr. Johnson. I request Johnson to please come forward and have the Nadan song. എന്തിനടി പൂങ്കൊടിയേ കാറി നീ കരയണത് ഇപ്പ വരും പൊന്നും പൊടിയേ എന്തിനടി പൂങ്കൊടിയേ കാറി നീ കരയണത് ഇപ്പ വരും പൊന്നും പൊടിയേ മുല്ലമുട്ടും കാതിലുക്കും കല്ലുവച്ച മൂക്കുത്തിയും അപ്പനിപ്പോം കൊണ്ടുവരും പൊന്നും പൊടിയേ നാലുകുപ്പി കള്ളുമോന്തി നാലണയ്ക്ക് ചക്കരയും അപ്പനിപ്പോം വാങ്ങി വരും പൊന്നും പൊടിയേ മീമികുട്ടി മാമന്തരാം കൂടെ ഞാനൊരുമന്തരാം പൊന്നുങ്കായേ മാമഞ്ചിന്നെ പൊന്നും പൊടിയേ എന്തിനാടി പൂങ്കൊടിയേ കാറി നീ കരയണത് ഇപ്പ വരും പൊന്നും പൊടിയേ ഉണ്ണിക്ക് മീമികുട്ടി മാമുവാരി തന്നില്ലെന്ന് അപ്പം വന്ന ചോദിക്കില്ലേ പൊന്നും പൊടിയേ കയ്യും മേലും കാലും മേലും പൊന്നുകാലില്ലെങ്കിലും പൊന്നുപോലെ നോക്കില്ലടി പൊന്നും പൊടിയേ എന്തിനാടി പൂങ്കൊടിയേ കാറി നീ കരയണത് ഇപ്പ വരും പൊന്നും പൊടിയേ എന്തിനാടി പൂങ്കൊടിയേ താങ്ക് യു Now I request Maria Baiju. Maria Baijuടെ ഒരു prayer dance ആണ്. നമുക്ക് വീണ്ടും ജീസസിനെ പ്രൈസ് ചെയ്യണ ഒരു സോങ്ങും കൂടി നമുക്ക് കാണാം or കേൾക്കാം and നമുക്ക് ആസ്വദിക്കാം. Basically she is going to dance and perform for you. Over to Maria Baiju.
సర్వాధిపనేశ్వరాయను నన్ను గణించెను. యెహోవా నా మొరలాలించెను, తన మహాదయను నన్ను గణించెను. అహర్నిశలదీనహీనుడగు నాను ఆయనను ధ్వని గ్రహించి మనిపెను. యెహోవా నా మొరలాలించెను, తన మహాదయను నన్ను గణించెను. అనీతి వస్త్రమెడలించెను, యేసునాథు రక్తమున ముంచెను. అనీతి వస్త్రమెడలించెను, యేసునాథు రక్తమున ముంచెను. వినూత్న యత్నమిదను ఎన్నడు కనన్విడన్ ప్రేమ నాకు చూపెను. యెహోవా నా మొరలాలించెను, తన మహాదయను నన్ను గణించెను. విలాపములకు చెవినిచ్చెను, శ్రమ కలాపములకు సెలవిచ్చెను. విలాపములకు చెవినిచ్చెను, శ్రమ కలాపములకు సెలవిచ్చెను. శిలానగముపైకి లాగినను సుఖ కళావళు మనసులోన నిలిపెను. యెహోవా నా మొరలాలించెను, తన మహాదయను నన్ను గణించెను. అగణ్య పాపియని ద్రోయకానన్ను గూర్చి తన సుతుని దాచగా, తెగించి మృతి కోపగించి పాపపు నిగుల్ సొగసుగా నడంచెను. యెహోవా నా మొరలాలించెను, తన మహాదయను నన్ను గణించెను. యెహోవా నా మొరలాలించెను, తన మహాదయను నన్ను గణించెను. Okay, that was Maria Baiju praising God. Okay, on that note, I now request our Jackson, that is the secretary of MCC, who is the most important person according to me, to say the MCC report. He is going to present you the MCC report
ഇപ്പോൾ ജാക്സൺ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. MCC PRC LMC 2017-19 പ്രവർത്തന റിപ്പോർട്ട്. പ്രിയപ്പെട്ടവരെ, പിറവി തിരുനാളിൻ്റെയും പുതുവത്സരത്തിൻ്റെയും നന്മകൾ എല്ലാവർക്കും ആദ്യമേ നേരുന്നു. മലയാളി സമൂഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയുടെ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ വളരെയേറെ സന്തോഷത്തോടും ചാരിതാർത്ഥ്യത്തോടും കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. മലയാളി സമൂഹത്തെ ആത്മീയപരവും ആധ്യാത്മികപരവും ഭൗതികപരവും സാമൂഹികപരവുമായ വളർച്ചയിൽ സഹായിക്കുന്നതിനും സേവിക്കുന്നതിനുമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളം കോർഡിനേഷൻ കമ്മിറ്റി MCC, പബ്ലിക് റിലേഷൻ കമ്മിറ്റിയെയും PRC, ലിറ്റർജിക്കൽ മീഡിയ കമ്മിറ്റിയെയും LMC 2017 ഒക്ടോബർ മാസം ചുമതലയേറ്റ നാൾ മുതൽ നാളിതുവരെ നടത്തിയ ദൈവത്തിന് നന്ദി പറയുന്നു. ഒരിടയനും ഒരാട്ടിൻപറ്റവുമായി ഇടവകയുടെ നന്മയ്ക്കും കൂട്ടായ്മയുടെ വളർച്ചയ്ക്കുമായി ഏകമനസ്സോടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ നിങ്ങൾ ഓരോരുത്തരും നൽകിയ നിസ്വാർത്ഥമായ സഹകരണത്തിനും പ്രോത്സാഹനത്തിനും സ്നേഹപൂർവ്വമുള്ള തിരുത്തലുകൾക്കും പൊതുനന്മ കാക്ഷിച്ചുകൊണ്ടുള്ള വിമർശനങ്ങൾക്കും ഹൃദയത്തിൽ നിന്ന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് മലയാളം കോർഡിനേഷൻ കമ്മിറ്റിയുടെ 2017-2019 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു. നാനാത്വത്തിൽ ഏകത്വം എന്ന ഭാരതീയ സംസ്കാരത്തിൽ വളർന്നു വന്ന അപ്പൻ്റെയും അമ്മയുടെയും കൈപിടിച്ച് പള്ളിയിലേക്കും പള്ളിക്കൂടത്തിലേക്കും വേദപാഠ ക്ലാസുകളിലേക്കും പോയിരുന്ന യേശു ശിഷ്യനായ തോമാസ് ലീഹായിൽ നിന്ന് വിശ്വാസവും പൂർവ്വപിതാക്കന്മാരിൽ നിന്ന് പകർന്നു കിട്ടിയ പാരമ്പര്യങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലും രൂപതകളിലും വ്യത്യസ്ത റീത്തുകളിലും ഉൾപ്പെട്ട ദൈവജനത്തെ അവരോരോരുത്തരുടെയും വിശ്വാസങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും പ്രാദേശികപരമായ ആഘോഷങ്ങൾക്കും തനതായ സ്വഭാവ സവിശേഷതകൾക്കും വില കൽപ്പിച്ചുകൊണ്ട് ഒരു കിടക്കീഴിൽ കഴിഞ്ഞ 2 വർഷം ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛൻ്റെ നേതൃത്വത്തിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നത് ഒരു നേട്ടമായി കരുതുന്നു. 2017 ചുമതലയേറ്റത് മുതൽ ഇടവക ജനത്തിൻ്റെ ആത്മീയപരമായ വളർച്ചയ്ക്കുതകുന്ന കാര്യങ്ങളിൽ MCC പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിരുന്നു. ഉണ്ണിയേശുവിനെ വരവേൽക്കുന്ന ക്രിസ്മസിന് രാവിലെയും വൈകിട്ടുമായി 2 വിശുദ്ധ കുർബാനയും അനുബന്ധ ആഘോഷങ്ങളും ഈ കാലയളവിൽ നടത്തുവാൻ നമുക്ക് സാധിച്ചു. നാട്ടിലെ ആഘോഷങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് നക്ഷത്രരാവ് എന്ന പേരിൽ നക്ഷത്ര നിർമ്മാണ മത്സരവും സ്വർഗീയ സംഗീതം എന്ന പേരിൽ ഇടവകയിൽ എല്ലാവരും ഉൾപ്പെടുത്തി കരോൾ മത്സരവും 100ഓളം കുട്ടികൾ ഉൾപ്പെടുത്തി ബോൺ നഥാലയും നടത്തുവാൻ നമുക്ക് സാധിച്ചു. വലിയ നോമ്പിനെ വരവേൽക്കുന്ന വിഭൂതി മുതൽ വിശുദ്ധ വാരത്തിലെ എല്ലാ തിരുക്കർമ്മങ്ങൾക്കും ആത്മീയ ഗുരുവിൻ്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് ദൈവജനത്തിന് ഭക്തിപരമായി എല്ലാ ശുശ്രൂഷകളും പങ്കെടുക്കുവാൻ സാഹചര്യമൊരുക്കിയിരുന്നു. ഓശാനയ്ക്ക് കുരുത്തോല, പെസഹ വ്യാഴാഴ്ച അപ്പവും പാലും, ദുഃഖവെള്ളിയാഴ്ച കയ്പുനീരും മോരും വെള്ളവും, ഈസ്റ്ററിൻ്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് കല്ലറ, ഈസ്റ്റർ എഗ് എന്നിങ്ങനെ നീളുന്നു ആ പ്രവർത്തനങ്ങൾ. വിശുദ്ധ വാടത്തോടനുബന്ധിച്ച് മാറ്റി നിർത്താൻ സാധിക്കാത്ത നമ്മുടെ പാരമ്പര്യങ്ങളുടെ ഓർമ്മ പുതുക്കുവാനും പുതിയ തലമുറയ്ക്ക് അവ പരിചയപ്പെടുത്തുവാനും പുത്തൻ പാരായണ മത്സരം നടത്തുകയും വിജയികൾക്ക് സമ്മാനം നൽകുകയും ചെയ്തു വരുന്നു. എല്ലാ നോമ്പുകൾക്കും മുന്നോടിയായി ദൈവജനത്തെ ആത്മീയപരമായി ഒരുക്കുന്നതിനായി വാർഷിക ധ്യാനങ്ങൾ നടത്തുന്നതിനും നോമ്പുകാലത്തിന് കുംഭസാരങ്ങൾക്കും മറ്റു ശുശ്രൂഷകൾക്കും സഹായിക്കുവാനുമായി നാട്ടിൽ നിന്ന് വൈദികരെ കൊണ്ടുവരുന്നതിനും പല സമയങ്ങളിലുമായി ഏകദിന ധ്യാനങ്ങൾ നടത്തുന്നതിനും MCC ശ്രദ്ധ ചെലുത്തിയിരുന്നു. ബഹുമാനപ്പെട്ട നായ്ക്കം പറമ്പലച്ചൻ്റെ നേതൃത്വത്തിലുള്ള ധ്യാനവും ഇതിൽ ഉൾപ്പെടുന്നു. ഇതിനെല്ലാം പുറമെ ഓരോ തിരുനാളുകളും വലിയ ആഘോഷത്തോടെ ഭക്തി നിർഭരമായി കൊണ്ടാടുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ക്രിസ്തുരാജൻ്റെ തിരുനാളും ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ തോമാസ് ലീഹായുടെ ദുഃഖാന തിരുനാളും സകല വിശുദ്ധരുടെയും സകല മരിച്ചവരുടെയും തിരുനാളുകളും കൂടാതെ മലയാളി മനസ്സുകളിൽ പ്രത്യേകം ഭക്തി സൂക്ഷിക്കുന്ന എല്ലാ വിശുദ്ധരുടെയും തിരുനാളുകളും യഥാസമയങ്ങളിൽ വിശ്വാസ സമൂഹത്തിൻ്റെ സഹകരണത്തോടെ നടത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മയോട് വലിയ ഭക്തിയും സ്നേഹവും കാത്തു സൂക്ഷിക്കുന്ന നമുക്ക് 8 നോമ്പും അമ്മയുടെ ജനന തിരുനാളും സ്വർഗാരോഹണ തിരുനാളും വണക്കമാസ ആചരണവും പ്രത്യേകമായി കൊന്തമാസത്തിൽ ദിനവും മാതാവിൻ്റെ ഗ്രോട്ടയിൽ ജപമാലയും കൊന്തമാസ സമാപനത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് കൊണ്ടാടുവാൻ നമുക്ക് സാധിച്ചു. ഒക്ടോബർ മാസത്തിൽ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയും അറിവും വളർത്തുവാൻ സഹായിക്കുന്നതിൻ്റെ ഭാഗമായി മരിയൻ കിസ് നടത്തുകയും വിജയികൾക്ക് സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്തു. തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നതിനൊപ്പം വിവാഹ ജീവിതത്തിൽ 25 വർഷം പൂർത്തിയാക്കിയ ദമ്പതികളെ മലയാളി സമൂഹം ആദരിച്ചു. തൊഴിലാളി മധ്യസ്ഥനായ യൂസേപ്പിതാവിൻ്റെ തിരുനാളും
നമ്മുടെ ഇടവകയിൽ ബഹുഭൂരിപക്ഷമായ തൊഴിലാളികൾക്ക് വേണ്ടി തൊഴിലാളി ദിനവും ഊട്ടുനേർച്ചയോടും വർണ്ണാഭമായ പരിപാടികളോടും കൂടി ആഘോഷിക്കപ്പെട്ടു വരുന്നു. അതോടൊപ്പം പ്രവാസ ജീവിതത്തിൽ 25 വർഷം പൂർത്തിയാക്കിയവരെ ആദരിച്ചതുവഴി അവർ തങ്ങളുടെ ജീവിതത്തിൽ എടുത്ത ത്യാഗത്തിനും സമർപ്പണത്തിനും കിട്ടിയ ഒരു അംഗീകാരമായി അത് മാറി. യുഎയിലുള്ള എല്ലാ വിശ്വാസികൾക്കും അനുഗ്രഹപ്രദമായി എന്നും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന 2019 ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് മലയാള സമൂഹത്തിൽ ലഭിച്ച ടിക്കറ്റുകൾ നീതിപൂർവ്വം വിശ്വാസികൾക്ക് വിതരണം ചെയ്യുവാനും പത്രോസ്ലീഹായുടെ പിൻഗാമിയായ മാർപ്പാപ്പയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും നമുക്ക് സാധിച്ചു. ഈ കാലയളവിൽ തന്നെ നമ്മുടെ ഇടവക സന്ദർശിക്കുകയും നമുക്ക് വേണ്ടി വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്ത ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെയും ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ പിതാവിനെയും ദൈവജനത്തിൻ്റെ പേരിൽ MCC നന്ദിയോടെ ഓർക്കുന്നു. മലയാളത്തിലുള്ള വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും സഹായിക്കുവാനും ഈ കാലയളവിൽ 30ഓളം കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുവാനും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുവാനും നമുക്ക് സാധിച്ചു. ആധ്യാത്മികപരമായ വളർച്ചയ്ക്കൊപ്പം ദൈവജനത്തിൻ്റെ കലാകായികപരമായ കഴിവുകളെ പരിപോഷിപ്പിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും സർഗോത്സവം എന്ന പേരിൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ഡേ മലയാളം സമൂഹത്തിനു വേണ്ടി എല്ലാ സെൽ ഗ്രൂപ്പുകളെയും ഉൾപ്പെടുത്തി നടത്തുകയും വിജയികളായ വ്യക്തികൾക്കും പ്രയർ സെല്ലുകൾക്കും സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു വരുന്നു. പാഠ്യവിഷയത്തിൽ നമ്മുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 10ലും 12ലും വിജയിച്ച എല്ലാ വിദ്യാർത്ഥികളെയും വിശുദ്ധ ബലി മധ്യ ആദരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു വരുന്നു. ഓരോ ക്രിസ്തു ശിഷ്യനും നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന പരസ്നേഹം മൂലവും നല്ല അയൽക്കാരനായി വർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉൾക്കൊണ്ടുകൊണ്ടും സമയോചിതമായി പല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുവാൻ MCCക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേരളക്കരയാകെ ഇന്നോളം കണ്ടിട്ടില്ലാത്ത പ്രളയ ദുരന്തത്തിലൂടെ കടന്നുപോയ നാളുകളിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ജാതി മതഭേദമന്യേ ദുരിതമനുഭവിക്കുന്നവരെ സാമ്പത്തികമായി സഹായിക്കുകയും തൊഴിലാളി ദിനത്തിൽ പിരിഞ്ഞു കിട്ടിയ സംഭാവന കൊണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 4 യുവതികളുടെ വിവാഹം നടത്തുവാനും സഹായിക്കുകയും ചെയ്തത് സുമനസ്സുകളായ മലയാളി സമൂഹത്തിൻ്റെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം കൊണ്ടുകൂടിയാണ്. പാസ്റ്റൽ വിസിറ്റിൻ്റെ ഭാഗമായി ഇടവക സന്ദർശിക്കുന്ന രൂപത അധ്യക്ഷനെ നേരിൽ കാണുകയും മലയാളി സമൂഹത്തിൻ്റെ ആവശ്യകതകളെക്കുറിച്ച് സംസാരിക്കുകയും അറിയിക്കുകയും അതുവഴി 2019 ഫെബ്രുവരി മുതൽ മലയാളത്തിൽ വിവാഹ ഒരുക്ക ക്ലാസുകൾ നമ്മുടെ ഇടയിൽ തുടങ്ങുവാൻ സാധിച്ച കാര്യങ്ങളിലും MCCയുടെ പങ്ക് ചെറുതല്ല. സെൻറ്റ് പോൾസ് ദേവാലയത്തിൻ്റെ പൊതുവായുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും മലയാള സമൂഹത്തിൻ്റെ പിന്തുണയും സഹകരണവും എടുത്തു പറയേണ്ട ഒന്നാണ്. കഴിഞ്ഞ 2 ഫാമിലി ഫെസ്റ്റുകൾക്കും മലയാള സമൂഹം നൽകിയ പിന്തുണയും പ്രവർത്തനങ്ങളും സാമ്പത്തിക സംഭാവനകളും ഇതിനുദാഹരണമാണ്. നമ്മുടെ ഇടവകയുടെ നാനാഭാഗങ്ങളിലേക്ക് ഇടവക ജനത്തിന് വിശുദ്ധ കുർബാനയിലും മറ്റ് ദേവാലയ ശുശ്രൂഷകളിലും പങ്കെടുക്കുവാനായി ഈ കാലയളവിൽ ഒരു കുറവും കൂടാതെ വാഹന സൗകര്യങ്ങൾ ഒരുക്കുന്ന PRCയെയും ആണ്ടുവട്ടത്തിലെ ആഴ്ചകൾക്കും ആരാധനക്രമ കാലഘട്ടമനുസരിച്ച് വിശുദ്ധ ബലിയിൽ സഹായിക്കുകയും വായനകൾ മുൻകൂട്ടി ഒരുക്കുകയും വിശുദ്ധ ബലിയിൽ ഭക്തിനിർഭരമായി പങ്കെടുക്കുന്നതിന് ഡിസ്പ്ലേ ഇടുകയും സഹായിക്കുകയും ചെയ്തു പോരുന്ന LMCയുടെ പ്രവർത്തനങ്ങളും നിസ്വാർത്ഥമായി നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന അഷേഴ്സിൻ്റെ പ്രവർത്തനങ്ങളും എടുത്തു പറയേണ്ടവയാണ്. സങ്കീർത്തനം 133:1 സഹോദരർ ഏകമനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. ഒരിടയനും ആട്ടിൻപറ്റവുമായി ഒരു മനസ്സോടെ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കാലയളവിൽ എല്ലാത്തിനും ശക്തിപ്പെടുത്തുകയും നടത്തുകയും ചെയ്ത ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ടും 2017-2019 MCC PRC LMCയുടെ പ്രവർത്തന റിപ്പോർട്ട് അധ്യക്ഷ സമക്ഷം സമർപ്പിക്കുന്നു എന്ന് സെക്രട്ടറി MCC PRC LMC 27/12/2019. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായ മിസ്റ്റർ ബോൾഡന്റെ ഞാൻ ക്ഷണിക്കുന്നു സ്റ്റേജിലേക്ക്. ബോൾഡൻ നിങ്ങളെ ഇപ്പോൾ എന്റർടൈൻ ചെയ്യുന്നതായിരിക്കും. ഓവർ ടു യു മിസ്റ്റർ ബോൾട്ടൺ. കൊണ്ടോരാൻ കൈതൂര
കൊണ്ടുവാൻ അന്ത്യായൻ കാവിൽ കൊണ്ടുവാൻ പുല്ലാനിക്കാടും കാണാൻ വെള്ളാമ്പൽ പൂവുമുള്ള മാനോടും മേട്ടിൽ കൊണ്ടുവാൻ പെണ്ണേ കൊണ്ടൂരാ കൈതോപ്പായ കൊണ്ടൂരാ തിരിയുഴയണമാനത്ത് നിറപാതിര നേരത്ത് മുകിലുകള പിറകെ വരും മാൻകൂട്ടം കണ്ട ഓടിമറയണ പനമേലയൊരു ഞാൻ നിഴലുകള അതിലിളകും മുടിയാട്ടം കണ്ട പാലകളിൽ കാമം പൂക്കും ധനുമാസനിലാവും ചുറ്റി അലത്തൂർക്കാവിൽ കൊണ്ടുവാൻ പെണ്ണേ കൊണ്ടൂരാ കൈതൂരായ കൊണ്ടൂരാ ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ ഉന്മാദത്തെ നിലകൾ തിന്നിലണിഞ്ഞവളെ രാത്രിയല്ലേ താളം നീയല്ലേ എന്നാത്മസംഗീത ശില്പം നീയല്ലേ ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ ഉന്മാദത്തെ നിലകൾ തിന്നിലണിഞ്ഞവളെ രാത്രിയല്ലേ താളം നീയല്ലേ എന്നാത്മസംഗീത ശില്പം നീയല്ലേ സുരവില്ല പുളകിത നിമിഷമേ നീതാ മനസ്സിലെ മധുഗണം അനുപമ ദർശനത്തികേ വാ മലയജ സുരവില്ല പുളകിത നിമിഷമികേ നീതാ മനസ്സിലെ മധുഗണം അനുപമ ദർശനത്തികേ മധുവാഹിനി മധുമോഹിനി ഏകാന്ത സ്വപ്നത്തിൽ പേരേറിവാ എൻ മനസ്സിൻ പാനപാത്രം നീ നുകരാൻ വാ നിൻ പുഞ്ചിരി തേൻ മഞ്ചേരി സഖിവാ ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ ഉന്മാദത്തെ നിലകൾ തിന്നിലണിഞ്ഞവളെ രാഗം നീയല്ലേ താളം നീയല്ലേ എന്നാത്മസംഗീത ശില്പം നീയല്ലേ
നമ്മൾ സുമതളം അനിതരം അതിലൊരു മനുഷ്യരകം അസുലഭം അതുമയ നമുക്ക് സുമതളം അനുദിനം അതിലൊരു മനുഷ്യരകം പുരവാഹിനി സുഖദായിനി ആരാരും ചൂടാത്ത പൂവേന്തിവ പൂത്തു നിൽക്കും പൊൻകിനാവിൻ നന്ദനത്തിൽ നിന്നീർമിഴി വിന്താരമ സഖിവ ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവൾ ഉന്നാരത്തെ നിലകൾ ചുണ്ടിലണിഞ്ഞവളെ രാഗം നീയല്ലേ താളം നീയല്ലേ എന്നാത്മസംഗീത ശില്പം നീയല്ലേ എന്നാത്മസംഗീത ശേഖരതിയുടെ രാസനിലാവ് ഹൃദയരാഗം ചിറകിൽ വിരിയും മധുരവീഞ്ഞിൽ ശലഭം വരവായി അടണ പയ്യ അഴകതയ്യ ഉടലിതൊന്നായൊഴുക കുറിവാ മുന്തിരിവാറ്റിയ രാവ് ശേഖരതിയുടെ രാസനിലാവ് ഇരവുമെത്തയിൽ ഉണക്കെണ്ണനി അരിക ഞാൻ വരാം തനിയെ പുലരിയോളമം കരതലങ്ങളിൽ അലിയുമിന്നു ഞാനുയിരേ ആകാശത്താരം പോലെ മണ്ണിൽ നിന്നും പൊന്നേ എന്നോടൊന്നിഷ്ടം കൂടാൻ പോരില്ലേ നിച്ചാരേ അടട പയ്യ അഴകിതയ്യ ഉടലിതൊന്നായൊഴു കുറിവാ മുന്തിരിവാറ്റിയ രാവ് ശേഖരതിയുടെ രാസനിലാവ് ഹൃദയരാഗം ചിറകിൽ വിരിയും മധുരവീഞ്ഞിൽ ശലഭം വരവായി അടണ പയ്യ അഴകിതയ്യ ഉടലിതൊന്നായൊഴുക കുറിവാ Vanambadi, Mr. Bolden. Thank you, Mr. Bolden, for entertaining us. Thank you. On that note, നമ്മുടെ നാട്ടിലെ ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ള തിരുവാതിര കളിക്ക് വേണ്ടി ഞാൻ നമ്മുടെ കുട്ടികളെ ഞാൻ ക്ഷണിക്കുന്നു. I request kids to please come forward and play the തിരുവാതിര കളി.
गजाननं चन्द्रसमानवर्णं स्वदन्तपाशाङ्कुशलड्डुकानि हस्तैः दधानं कमलासनस्थं विघ्नेश्वरं नौमि सदा प्रसन्नं विघ्नेश्वरं नौमि सदा प्रसन्नम्. विफलं ते वैरसेने वाञ्छितं साम्प्रतं विभवं ते हृदयमायि व्रीळयिदिनिल्लञ्जु वेळयिदल्ल. विफलं ते वैरसेने वाञ्छितं साम्प्रतं വികൃതഹൃദയെ ഞങ്ങൾ വികിരങ്ങളല്ല, വെറുതെ ഞങ്ങളെ കൊല്ലുവാൻ അവസരമില്ല. വികൃതഹൃദയെ ഞങ്ങൾ വികിരങ്ങളല്ല, വെറുതെ ഞങ്ങളെ കൊല്ലുവാൻ അവസരമില്ല. വിരവിൽ നിന്നെ ചരിച്ചതിരുതുള്ള ഞങ്ങളെല്ലാം വിപുല മഹിമ തേടും ചൂതുകൾ ചൊല്ലാം. വിഫലം തേ വൈരസേനെ വാഞ്ചിതം സാമ്പ്രതം. വിഫലം തേ വൈരസേനെ വാഞ്ചിതം സാമ്പ്രതം. വിസ്തൃതം നിന്റെ രാജ്യം വിവിധമാം ധനവും വസ്തു സമ്പത്തുക്കളും ഭരിക്കുവാൻ ജനവും. വിസ്തൃതം നിന്റെ രാജ്യം വിവിധമാം ധനവും വസ്തു സമ്പത്തുക്കളും ഭരിക്കുവാൻ ജനവും. ഇത്രവും ഞങ്ങൾ ചെയ്തതറിക നിൻ കഥനവും വസ്ത്രമിരുപാതിപ്പാൻ വന്നതി ജനവും. വിഫലം തേ വൈരസേനെ വാഞ്ചിതം സാമ്രതം. വിഭവം തേ ഹൃദയമായി വേളയിതിന്നില്ലഞ്ഞു വേളയിതല്ല. വിരസത വരുത്തി നീ സുരപതിക്കുടനെ സ്മരപരവശനായി മരുവിതൻ സദനെ. വിരസത വരുത്തി നീ സുരപതിക്കുടനെ സ്മരപരവശനായി മരുവിതൻ സദനെ. വരുവത് അതിനെന്ന് വരിക നീ ഇവിടെ, മരപുരി ധരിച്ചു നീ മരുവുക വിഫലേ. വിഫലം തേ വൈരസേനെ വാഞ്ചിതം സാമ്പ്രതം. വിഭവം തേ ഹൃദയമായി വ്രീളയിതിന്നില്ലഞ്ഞു വേളയിതല്ല. വിഫലം തേ വൈരസേനെ വാഞ്ചിതം സാമ്പ്രതം. വാഞ്ചിതം സാമ്പ്രതം. വാഞ്ചിതം സാമ്പ്രതം. ആയമുള്ള
Amazing. Give a good round of applause, please. നമ്മുടെ നാട് എന്തൊരു റിച്ച് ആണല്ലേ, എന്തൊരു ട്രഡീഷണലി റിച്ച് ആണ്. എത്ര ആർട്ട് ഫോംസ് ആണ് ഉള്ളത്, എത്ര ഡാൻസുകളാണ് ഉള്ളത്. ഇറ്റ്സ് സോ അമേസിംഗ് മാൻ ടു ഹിയർ ഓൾ ദീസ് സോങ്സ്, ഓൾ ദീസ്. ആൻഡ് ഇൻഫാക്ട് അവരിപ്പോ ചെയ്തത് എന്താണെന്നറിയാമോ? അവർ തിരുവാതിരക്കളിയാണ് ചെയ്തത്, പക്ഷെ അവർ പ്രൈസ് ചെയ്യണമായിരുന്നു ജീസസിനെ. ഓക്കെ, സോ ഓൺ ദാറ്റ് നോട്ട് ഇനി അടുത്തത് ഒരു ഫോക്ക്, അതൊരു നാടൻ പാട്ടാണ്. ഐ റിക്വസ്റ്റ് our next contestant to please come forward and show your നാടൻ പാട്ട്. കറുകരക്കാർമുകിൽ കുംഭനാന പുറത്തേറിയെഴുന്നള്ളും മൂർത്തേ. കറുകരക്കാർമുകിൽ കുംഭനാന പുറത്തേറിയെഴുന്നള്ളും മൂർത്തേ. ജിഗി ജിഗിതക്കം തൈ തൈ ജിഗി ജിഗിതക്കം തൈ തൈ ജിഗി ജിഗിതക്കം തൈ ജിഗി ജിഗിതക്കം തൈ ജിഗി ജിഗിതക്കം തൈ. കറുകരക്കാർമുകിൽ കുംഭനാന പുറത്തേറിയെഴുന്നള്ളും മൂർത്തേ. കർക്കിടകത്തേവരെ കർക്കിടകത്തേവരെ തുടം തുടം കുടം കുടം നീ വാർത്തേ. ആ കറുകരക്കാർമുകിൽ കൊമ്പനാന പുറത്തേറിയെഴുന്നള്ളും മൂർത്തേ. മാനത്തൊരു മയിലാട്ടം പീലിത്തിരുമുടിയാട്ടം ഇടയുന്നു നിറയുന്നു ഇടഞ്ഞിടഞ്ഞങ്ങൊഴിഞ്ഞു നീങ്ങുന്നു. ആ കറുകരക്കാർമുകിൽ കൊമ്പനാന പുറത്തേറിയെഴുന്നള്ളും മൂർത്തേ. മനസ്സാകെ നിറഞ്ഞല്ലോ തീക്കാഞ്ഞു കിടന്നല്ലോ ഒഴിയുന്നു വഴിയുന്നു അടിഞ്ഞു ഞങ്ങൾ തളർന്നുറങ്ങുന്നു. ആ കറുകരക്കാർമുകിൽ കൊമ്പനാന പുറത്തേറിയെഴുന്നള്ളും മൂർത്തേ. ഇനി അടുത്തത് നമുക്കൊരു സൂപ്പർ ഡാൻസ് ഉണ്ട്. സെയിന്റ് തോമസ് പ്രയർ സെല്ലിന്റെ ആണ്. I request Saint Thomas Prayer Cell to please come forward for the group dance.
Okay, that was St. Thomas Prayer Cell performing an amazing dance. On that note, നമ്മുടെ പള്ളിയിലെ വേറൊരു വാനമ്പാടിയാണ് ഇനി ഞാൻ അടുത്തത് വിളിക്കാൻ പോകുന്നത്. So please enjoy her song. None other than Miss Rigi George. Thank you, Rigi, for giving us an amazing song. ഞാൻ അടുത്തതായിട്ട് MCCനെ പ്രതികരിച്ച് മിസ്റ്റർ ജിജോനെ വിളിക്കുന്നു. ഹി ഈസ് ഇൻ ചാർജ് ഓഫ് ദ ലിറ്റർജി ടീം. പുള്ളി ഒരു നാടൻ പാട്ട് നിങ്ങൾക്ക് വേണ്ടി പാടുന്നതായിരിക്കും. ഓവർ ടു യു മിസ്റ്റർ ജിജോ. കണ്ണിമകതായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പുനാരെ മാമ്പഴമാകട്ടേന്ന്. കണ്ണിമകതായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന്
എന്റെ പുന്നാരെ മാമ്പഴമാകട്ടേന്ന്. വെള്ളിയിലെ പുള്ളിയുള്ള മിന്നുന്ന പവട എത്ര ഞാൻ വാങ്ങി തന്നു എന്റെ പുന്നാരെ, എത്ര ഞാൻ വാങ്ങി തന്നു. വെള്ളിയിലെ പുള്ളിയുള്ള മിന്നുന്ന പവട എത്ര ഞാൻ വാങ്ങി തന്നു എന്റെ പുന്നാരെ, എത്ര ഞാൻ വാങ്ങി തന്നു. പോകുമ്പോൾ പലമുഖം കാണുമ്പോൾ എന്നെയും ഓർത്തിടണേ എന്റെ പുനാരെ, എന്നെയും ഓർത്തിടണേ. കോളേജിൽ പോകുമ്പോൾ പലമുഖം കാണുമ്പോൾ എന്നെയും ഓർത്തിടണേ എന്റെ പുനാരെ, എന്നെയും ഓർത്തിടണേ. കുളിച്ചാലും പാലിൽ കുളിച്ചാലും കാക്ക വെളുക്കില്ലടി എന്റെ പുനാരെ, കാക്ക വെളുക്കില്ലടി. തേനിൽ കുളിച്ചാലും പാലിൽ കുളിച്ചാലും കാക്ക വെളുക്കില്ലടി എന്റെ പുനാരെ, കാക്ക വെളുക്കില്ലടി. ഓടുന്ന വണ്ടിയിൽ ചാടി കയറുമ്പോൾ വീഴാതെ സൂക്ഷിക്കണേ എന്റെ പുനാരെ, വീഴാതെ സൂക്ഷിക്കണേ. ഓടുന്ന വണ്ടിയിൽ ചാടി കയറുമ്പോൾ വീഴാതെ സൂക്ഷിക്കണേ എന്റെ പുനാരെ, വീഴാതെ സൂക്ഷിക്കണേ. മഞ്ഞ ചുരിദാറ് ആരുടെ കാശാണടി എന്റെ പുനാരെ, ആരുടെ കാശാണടി. ഇന്നലെ നീട്ട മഞ്ഞ ചുരിദാറ് ആരുടെ കാശാണടി എന്റെ പുനാരെ, ആരുടെ കാശാണടി. വീട്ടിൽ വന്നാൽ നയനഴിച്ചിടലേ എന്റെ പുനാരെ, ചുംബനം തന്നിടണേ. നാട്ടാരറിഞ്ഞ് വീട്ടിൽ ഞാൻ വന്നാല് നയനഴിച്ചിടലേ എന്റെ പുനാരെ, ചുംബനം തന്നിടണേ. കണ്ണിമോഹതായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പുനാരെ, മാമ്പഴമാകട്ടേന്ന്. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പുനാരെ, മാമ്പഴമാകട്ടേന്ന്. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പുനാരെ, മാമ്പഴമാകട്ടേന്ന്. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടേന്ന് എന്റെ പുനാരെ, മാമ്പഴമാകട്ടേന്ന്.